AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ന്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ITI ഇലക്ട്രീഷ്യൻ വയർമാൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഉള്ളൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ KSEB ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്തൂർ എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. നല്ലൊരു നമ്പർ ഓഫ് വേക്കൻസീസ് ആണ്. ഏകദേശം ഒരു 900-ത്തിലധികം വേക്കൻസികളാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ചിലപ്പം ആ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിന് എന്തായാലും വേക്കൻസിയുടെ എണ്ണം കൂടാനേ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് ആണ് ITI കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്. മാത്രമല്ല നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ITI ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത ഹയർ പോസ്റ്റുകളിലേക്കുമൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ, ഫ്യൂച്ചറിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് നോക്കാം. ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അറിയാം, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡാണ് KSEBയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി വർക്കർ. അതായത് നിലവിൽ മസ്തൂർ എന്നുള്ള ആ ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഇലക്ട്രിസിറ്റി വർക്കർ എന്നുള്ളൊരു പേരിലേക്ക് ആയിരിക്കുന്നത്. പക്ഷേ മസ്തൂറിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10ാം ക്ലാസ് ഫെയിലായിട്ടുള്ള ആൾക്കാർക്കും ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് മാറ്റിയിട്ട് ITI NCVT SCVT കോഴ്സുകളിൽ കഴിഞ്ഞിട്ടുള്ളവർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതിൻ്റെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് 24,400 to 43,600 വരെയുള്ള ഒരു പാക്കേജാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ബേസിക് പേ ആണ്. അതുകൂടാതെ ബാക്കിയുള്ള എല്ലാ ആനുകൂല്യങ്ങളും ആ ഒരു ഇതിൽ വരുന്നുണ്ടാവും. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡിസ്ട്രിക്റ്റിലും എത്ര വേക്കൻസികൾ വെച്ചുണ്ട്, ഏറ്റവും കൂടുതൽ വേക്കൻസികൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. ഇതിൽ തിരുവനന്തപുരത്തേക്ക് വരുമ്പോഴത്തേക്കിനും 101 വേക്കൻസിയാണുള്ളത്. കൊല്ലത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും 49, പത്തനംതിട്ട 24, ആലപ്പുഴ 70, കോട്ടയത്തേക്ക് 64, ഇടുക്കി 96, എറണാകുളത്തിലേക്ക് 139, തൃശ്ശൂരിലേക്ക് 62, പാലക്കാടിലേക്ക് 68, മലപ്പുറം 64, കോഴിക്കോട് 117, വയനാട് 26, കണ്ണൂരിലേക്ക് 73, കാസർഗോഡ് 32. അപ്പോൾ ഇത്രയും ജില്ലകളിലേക്കും ഏകദേശം എല്ലാ ജില്ലകളും ഉണ്ട്. എല്ലാ ജില്ലകളിലേക്കുമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജില്ലയിലോ അല്ലെങ്കിൽ മറ്റുള്ള ജില്ലകളിലോ കൊടുക്കാം. ഏറ്റവും കൂടുതൽ വേക്കൻസി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എറണാകുളത്തേക്കാണ്. 139 വേക്കൻസിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്ത ആൾക്കാർ, അതായത് ITI കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാർ, വേറെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, നിങ്ങളൊക്കെ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും AZB അക്കാഡമിയിൽ ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ട്. പുതിയൊരു കോഴ്സ് തന്നെ ഇതിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി. അതുമാത്രമല്ല ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഷോർട്ട് വീഡിയോസും അല്ലാതെ യൂട്യൂബ് വീഡിയോസും തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഇനി അടുത്ത ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏജ് പറയുന്നത് എത്രയാണ്? 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ആയിരിക്കും ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബാക്കി SC ST അങ്ങനെയുള്ള പ്രത്യേക കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അവരവരുടേതായിട്ടുള്ള ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. അതുകൂടാതെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ മസ്റ്റായിട്ടും SSLC പാസ്സായിരിക്കണം. SSLC പാസ്സായിട്ടുള്ള ആൾ, മുമ്പ് ഞാൻ പറഞ്ഞില്ലേ മസ്തൂർ ആണെന്നുണ്ടെങ്കിൽ SSLC ഫെയിൽ ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ ആയിരുന്നു പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ എ പാസ് ഇൻ SSLC അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് പാസ്സായിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് 2 ഇയർ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ആൻഡ് വയർമാൻ, അല്ലേ? NCVT അല്ലെങ്കിൽ SCVT ട്രേഡ് പാസ്സായിട്ടുള്ള ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ വയർമാൻ പാസ്സായിട്ടുള്ള ആളായിരിക്കണം ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കാനായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ. അതെന്തായാലും നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഈ PSCയുമായിട്ട് അധികം ബന്ധമൊന്നും ഇല്ലാത്ത സുഹൃത്തുക്കൾക്കും നിങ്ങളിതൊന്ന് അയച്ചു കൊടുക്കുക, ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം അവർക്കൊക്കെ വളരെ പ്രയോജനപ്രദമായിട്ടുള്ളൊരു ജോബാണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണിത്. എപ്പോഴൊന്നും വരത്തില്ല. ഇതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചിട്ടുള്ള ഒന്നാണ്.
ഇനി ഇപ്രാവശ്യം പിന്നെ ഒരു ഫിസിക്കൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് കൂടെ നമ്മൾ കീപ്പ് ചെയ്യണം. അതിൽ മിനിമം ഹൈറ്റ് പറയുന്നത് ഫോർ മെയിൽസിന് 5 അടി 2 ഇഞ്ചാണ് കേട്ടോ, അല്ലെങ്കിൽ 157.48 സെൻറ്റിമീറ്ററാണ് മിനിമം വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത്. ലേഡീസിനാണെങ്കിൽ 4 അടി 9 ഇഞ്ച് അല്ലെങ്കിൽ 144.78 സെൻറ്റിമീറ്റർ. ഈ ഒരു ഫിസിക്കലായിട്ടുള്ള ഇതുള്ള ആൾക്കാരാണ് ഇത് അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. ഇനി വിഷൻ എന്ന് പറയുമ്പോൾ നോർമൽ ആയിരിക്കണം, കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഉള്ള ആളായിരിക്കരുത്. വിഷൻ നല്ല രീതിയിൽ ഉള്ള നോർമലായിട്ടുള്ള വിഷൻ ഉണ്ടായിരിക്കണം. ഇനി അത് കൂടാതെ ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക ടെസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. ദ മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ഫോർ ഔട്ട്ഡോർ വർക്ക് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഷാൽ ബി ഇവാലുവേറ്റഡ് ബൈ ടെസ്റ്റിംഗ് പോൾ ക്ലൈംബിംഗ് സ്കിൽ. അതായത് പോസ്റ്റിൽ കയറി നിങ്ങൾ കാണിക്കേണ്ട, അതായത് ഈ ഒരു പോസ്റ്റിങ്ങിന് മുൻപ് മീൻസ് ഈ ഒരു ജോലി കയറുന്നതിന് മുമ്പ് നിങ്ങൾ പോസ്റ്റിൽ കയറി നിങ്ങൾ ഇതായിരിക്കണം, ആ ഒരു ഫിസിക്കലായിട്ടുള്ള ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ജയിച്ചിരിക്കണം. അതും കൂടെ വേണം. കാൻഡിഡേറ്റ് മസ്റ്റ് ബി ഏബിൾ ടു അസെൻഡ് ആൻഡ് ഡീസെൻറ്റ് 9 സെൻറ്റിമീറ്റർ ഇലക്ട്രിക് പോൾ. അതായത് 9 മീറ്ററോളം ഉള്ള ഒരു ഇലക്ട്രിക് പോളിൽ നിങ്ങൾ കയറി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ വിൻ ചെയ്തിരിക്കണം. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ടു പ്രൂവ് ദ ഫിസിക്കൽ ആൻഡ് വിഷൻ. നിങ്ങളുടെ ഫിസിക്കലായിട്ടുള്ളതും നിങ്ങളുടെ വിഷൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു ഫോമും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്രാവശ്യത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും അപേക്ഷിക്കാം എന്നുള്ളത്. അതായത് ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ആണല്ലോ എല്ലായിടത്തും ഉള്ളത്. അതായത് സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നും ഇല്ലാതെ സ്ത്രീയും പുരുഷനും എല്ലാം ഒന്നാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വേക്കൻസിക്കും ഇപ്പോൾ കാൻഡിഡേറ്റ്സിനെ വിളിച്ചിരിക്കുന്നത്. മുമ്പ് സ്ത്രീകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു. ആദ്യമായിട്ടാണ് സ്ത്രീകളെ കൂടെ ഈ ഒരു പോസ്റ്റിലേക്ക് പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സാം ഉടനെ തന്നെ എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി അത് ഒരു 6 മാസത്തിനുള്ളിലൊക്കെ ചിലപ്പോൾ എക്സാംസ് ഉണ്ടാവും. നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പറേഷൻസ് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു എക്സാം വിൻ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ കോഴ്സ് ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറുമായിട്ട് AZB അക്കാഡമിയുമായി ബന്ധപ്പെടുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.